ആ ഗൈസ്, നമ്മളിപ്പോൾ രാവിലെ ഒന്ന് നമ്മുടെ ഈ വണ്ടി എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, മറ്റേ ഷോറൂമിൽ കണ്ട അത് ഞാൻ പയ്യെ പോയി അടിച്ചു വാങ്ങിട്ടായിരുന്നു ഗൈസ്. പിന്നെ അപ്പം ഇത് ആ വണ്ടിയും കൊണ്ടപ്പോൾ നമ്മൾ പയ്യെ ഒന്നിങ്ങനെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ഗൈസ്. ഭയങ്കരമായിട്ട് നല്ല പടക്കാനായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, നല്ല പുറകിൽ നിന്ന് പൊട്ടുന്നുണ്ടോ ഗൈസ്? ഇത് പടക്കം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറേ നേരം ഗൈസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ എല്ലാം വണ്ടി നിർത്തണമെന്ന് ഇവിടെ നിന്ന് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും അഗറ്റ്സ് ഗെയിമിൻ്റെ മറ്റൊരു വീട്ട് എല്ലാ മറ്റന്മാർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഗൈസ് പറഞ്ഞല്ലോ, നമ്മൾ ഒന്ന് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇന്നൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണം ഗൈസ്. നമ്മുടെ ബീച്ചുള്ള ഓപ്പൺ ജിം വരെ പോയി നല്ലപോലെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫ്രാങ്ക്ലിൻ വിചാരിച്ചപ്പോൾ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു ഗൈസ്. എന്ത് പറയാൻ, നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പൺ ജിമ്മിലോട്ട് പോകാം ഗൈസ്. ഇവിടെ അടുത്തന്നെ തൊട്ടപ്പുറത്താണ് ഗൈസ്. അപ്പോൾ അവിടെ ചെന്ന് നല്ല പടക്കനായിട്ട് നമുക്കൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഉഷാറായി പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. പക്ഷേ ഈ വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. പടക്കം വണ്ടി പറയാൻ പറ്റത്തില്ല, ഇത് നല്ല വിഷയം വണ്ടിയാണ് ഗൈസ്. ഇത് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരൊന്നും മാറത്തരുക വണ്ടി വരുന്ന കണ്ടിട്ട്. ഓ ഗൈസ്, പിന്നെ ഇത് നടപ്പാതെയാണ്. എന്നിട്ട് ഞാൻ പിന്നെ വണ്ടി വരുന്നു നീ ഇവിടെ നോക്കി ഇവിടെ നടക്കുന്നു, മാറണം മുമ്പിൽ നിന്ന് മാറാതാ. അയ്യോ ഗൈസ്, അവനെ നമ്മൾ കൊണ്ടുവന്നു പണ്ടാരം പിടിക്കാനായിട്ട് വെച്ചപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങോട്ട് നിർത്തിയിടാം. നമുക്കിത് അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം ഗൈസ്. അവിടെ കുറെ പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഫോട്ടോ എടുക്കുന്ന എടുത്തോ ഫോട്ടോ ഒക്കെ എടുത്തോ സീൻ ഗൈസ്. അപ്പോൾ ഇവിടെ രണ്ടുപേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവരുടെ കൂടെ ചെയ്യാം ഗൈസ് നമുക്ക് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു മോട്ടോർ വേറെ ആളുണ്ട് ഗൈസ്. ചേട്ടാ എടുക്കെടുക്കും 1 2 3 പോട്ടെ ചെയ്തു അത്ര ഉൾക്കാശം. നമുക്ക് ഈ ഡമ്പൽ എടുത്ത് തുടങ്ങാം അല്ലേ? പക്ഷെ ആ ചേട്ടനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടെ ഗൈസ്. നമ്മള് പയ്യെ ചേട്ടനെയൊക്കെ ഒന്ന് ഇതാക്കി പോട്ടെ. ഇതാരാ എന്താടാ? എന്റെ പൊന്നോ. നമുക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം ആരോ നമ്മളെ കുത്തി, നമ്മൾ മരിച്ചില്ലായിരുന്നു. ആരോ നമ്മളെ അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ആരാന്നും അറിയത്തില്ല ഗൈസ്. നമ്മളിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇറങ്ങുന്നത്. ചോദിച്ചു നോക്കാം. ചേട്ടാ ഇത് എത്ര ചോദിച്ചോ? ഇന്ന് നീ വന്നിട്ട് എനിക്കറിയാം. നീ വന്നിട്ട് എനിക്ക് 2 ദിവസമായി. നീ പേടിക്കണ്ട. ഓ ഗൈസ്, അപ്പൊ 2 ദിവസമായെന്ന് പറഞ്ഞു ഗൈസ്. എന്നാലും അത് ആരാ? ഓ ഗൈസ്, നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ വണ്ടി എവിടെയാ ഗൈസ്? നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം ഗൈസ്. ടാക്സി. ഓ ഗൈസ്, അവിടെ ടാക്സി പോകുന്നുണ്ട് ഗൈസ്. പോട്ടെ പെട്ടെന്ന് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. എന്തായാലും ചേട്ടാ എന്നെ ഒന്നും ഉണ്ടാക്കാവാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ടാക്സി വിളിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മറ്റേ ജിം എവിടെയായിരുന്നു? ജസ്റ്റ് ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ പോകണം ഗൈസ്. നമുക്ക് ചെന്ന് നോക്കാം. ഓ നമ്മുടെ വണ്ടി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മൾ ആരെ കുത്തിയത് നമ്മളാ ഗൈസ്? ആ സമയത്ത് അവൻ പെട്ടെന്ന് 2 കുത്തിന് ഞാൻ ചത്ത്. അല്ലാതെ കുറച്ച് സമയം കരുതി ഇടിച്ച് പൊളിച്ചാനേ കേസ് അവനെ. പക്ഷെ അത് ആരാ കുത്തിയെന്ന് എനിക്ക് അറിയത്തുമില്ല. നമുക്ക് നമ്മുടെ വണ്ടി നോക്കാം കേസ് ആദ്യമേ പോയി. ഓക്കെ കേസ്, നമ്മളെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയല്ല നമ്മുടെ വണ്ടി. ഓ കേസ്, നമ്മുടെ വണ്ടിയും കാണുന്നില്ല. നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. ചേട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വെട്ടി കടന്നായിരുന്നു. ചേട്ടൻ അപ്പം ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെ പണി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ മറ്റേ പച്ച വണ്ടി വന്നവനല്ലേ? അവര് നിന്നെ അവിടെ കുത്തി കിട്ടുകയും ചെയ്ത് ആ വണ്ടി കൊണ്ട് പോവുകയും ചെയ്തല്ലോടാ. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു അവരായിട്ടൊക്കെ എന്താ പ്രശ്നം? അല്ല ചേട്ടാ, എനിക്ക് അവരെ ആരാന്നറിയത്തില്ല. അവര് ശരിക്കും ആരായിരുന്നു? മോനെ, നീ ഈ ലോകത്ത് തന്നെ ആണോ ജീവിക്കുന്നത്? അവരെ നിനക്ക് അറിയത്തില്ലേ? അവരിവിടുത്തെ തന്നെ ലോസ് ആഞ്ചലസിലെ തന്നെ ഏറ്റവും വലിയ മാഫിയാണ്. മാഫിയിൽ ഒരാളാണ് നിന്നിട്ട് കുത്തി അവിടെ ബോധം കെടുത്തി പോയത്. ഞാനത് കണ്ടായിരുന്നു. ഞാൻ ചിരിച്ച് മരിച്ച്. ആ ചേട്ടാ, ചേട്ടനെ നേരെ രക്ഷിക്കാൻ തോന്നിയില്ലല്ലോ. എന്നിട്ട് അത് മോശമായി പോയി. അവരുടെ സ്ഥലം എവിടെയാണെന്നെല്ലാം അറിയാവോ? മോനെ, അവരായിട്ടൊന്നും ഉടക്കാൻ പോകില്ല. എന്നിട്ട് തടി കേടാകും. ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അവർക്ക് വലിയ ടീമാണ്. അവർ നിന്നെ ഒറ്റ പിടിച്ച് അവര് കൊന്നുകളയും നിന്നെ. അന്ന് അവര് കൊല്ലാൻ വേണ്ടി തന്നെയാണ് നിന്നെ കുത്തിയത്. നീ എന്തോ ഭാഗ്യത്തിന് മരിച്ചില്ല. അന്ന് ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനാണ് നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അവരായിട്ട് അടി കൂടില്ല. നിന്റെ കാറ് എടുത്തോണ്ട് പോയി എന്നെ അവിടെ കുത്തിയിട്ടാലും പോലെ അവരെ അടി ഉണ്ടാക്കില്ലെന്ന്. 60 എന്തായാലും കൊടുക്കും. അന്ന് എൻ്റെ ഒന്നും ഇല്ലാതായി പോയി. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനില്ല. അതല്ല, ഒരു ഗ്യാപ്പ് പോലും തന്നില്ല. ഒറ്റ 2 കൂത്ത് ഞാൻ ചത്തും പോയി. ചത്തില്ല, ബോധം പോയി എൻ്റെ.
എന്തായാലും അമ്മക്കുള്ള കൊടുക്കും. ചേട്ടന് സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് പറയാവോ? അങ്ങനെ അവരുടെ സ്ഥലം ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഒരു മലയുടെ കുറച്ച് മേളിലായിട്ടാണ്. ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും. നീ ചോദിച്ചങ്ങോട്ട് വെക്കും. എന്നാലും കൊള്ളായിരുന്നു മോനെ. ഞാനാണെ ചിരിച്ച് ചത്തി ഇവിടെ കിടന്ന്. നീ ചിരിക്കുമല്ലേ? നീ ഒരാളെ കുത്താൻ നേരത്ത് നീ ചിരിക്കും. നീ അല്ലേ? നീ ചിരിക്കും. എൻ്റെ ചിരി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് തീർത്ത് കഴിച്ചു. ഞാൻ അവൻ്റെ പറച്ചിൽ കേട്ടോ, തീർത്ത് കളഞ്ഞു. ഞാൻ തീർത്തപ്പോൾ മറ്റേ കുത്തിയപ്പോൾ കിടന്ന് ചിരിക്കുമായിരുന്നു ഞാൻ. അവൻ കളിയാക്കുന്നു തന്നെ. നമുക്ക് ഇവിടെ ഒരു വണ്ടി കാണുന്നു. നമുക്ക് ഇവിടെ നല്ല വണ്ടി എടുത്തോണ്ടങ്ങ് പോകാല്ലേ. ഇനി ഞാനൊന്നും ഒരു ദാശനെയും കാണിക്കുന്നില്ല. ഞാൻ എല്ലാത്തിനെയും കൊല്ലാൻ പോവാണ് കേസ്. ഒന്നും നോക്കുന്നില്ല. നമുക്ക് ഈ വണ്ടി അങ്ങ് എടുത്ത് അവന്മാരുടെ സ്ഥലത്തങ്ങ് പോകാം കേസ്. അവന്മാരത് മാഫിയാണല്ലോ എന്താണല്ലോ എനിക്കൊന്നുമില്ല. എൻ്റെ കാർ തിരിച്ചിട്ടില്ല. എല്ലാത്തിനെയും ഞാൻ വെച്ചേക്കത്തില്ല കേസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ചേട്ടാ, ഇവിടെ ഒരു മാഫിയ ഉണ്ടല്ലോ, വീടറിയാവോ? ഒന്ന് പോടാ ഇറക്കാം. എന്നാ നീ പോടാ ഇറക്കാം അങ്ങോട്ട്. അവന് ഭയങ്കര ചാടാ. നമുക്ക് വേറെ ആൾക്കാരുടെ ചോദിച്ച് പോകാൻ കഴിയും എന്തായാലും അങ്ങോട്ട്. ഗേസ് അപ്പോൾ ഇവിടെയോ ഗൈസ്, ഇവിടെ 2 സെക്യൂരിറ്റി ഉണ്ട് ഗേസ്. ഓ ഗൈസ്, അപ്പോൾ അതാണ് വന്ന് ഗേസ്. ഒടുക്കത്തെ വലിയ സ്പീഡാണ് ഗേസ്. ഓ ചേച്ചി മാറും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്ന ഇച്ചിരി മെനക്കേടാന്ന് തോന്നുന്നു. അവിടെ തന്നെ 2 സെക്യൂരിറ്റി ആയിട്ട് നിൽപ്പുണ്ട് ഗൈസ്. അവന്മാരെ തട്ടാതെ കയറാൻ പറ്റത്തില്ലൊന്നും. വേറെ വല്ല വഴിയുണ്ടാകാൻ അവിടെ ചെല്ലണം ഗൈസ്. നമുക്ക് ഈ വഴി വല്ലതും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ നമ്മുടെ കാറ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. കാറിന് വല്ലതും പറ്റിയ മാഫിയും കോഫിയും ഒന്നും ആടെ പിന്നെ നിൽക്കത്തില്ലേ ലോസ് ആഞ്ചലസ്. അടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനെ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു വഴിയാണ്. ഈ വഴി വന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ് കണ്ടിട്ട് എനിക്ക്. ഓക്കെ, ഇതെല്ലാം അവരുടെ വീട്. ഇതോ ഇത് ഭയങ്കര വലിയ വീടാണ് കേട്ടോ. മാഫിയാണെങ്കിലും കോഫിയാണെങ്കിലും എൻ്റെ കാറ് കിട്ടിയില്ലേ കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ആണോ? ഓ ഗൈസ്, ഇവിടെ ഇച്ചിരി പ്രശ്നമാണ് ഗൈസ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് കയറാം. വെയിറ്റ്. നമുക്ക് വണ്ടി ഇപ്പോഴേ പയ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ പയ്യെ ഇവിടെ നിർത്തിയിട്ട് വല്ല മതിലി ആടിപ്പോവാന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ അമ്മമാർക്ക് തന്നെ കാണാൻ പറ്റും ഗൈസ്. ഓ, നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇവിടെയാണ് സെക്യൂരിറ്റി ബോട്ട്. നമുക്ക് ഇവിടുന്ന് ചാടാം. പയ്യെ ചാടി ഫ്രാങ്കിനെ അങ്ങനെ പയ്യെ പോണേ. ഓ ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്, ഇവിടെ തന്നെ നിറച്ച് സെക്യൂരിറ്റി ഗൈസ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന കാര്യം ഇച്ചിരി പാടുള്ള കാര്യമാണ് ഗൈസ്. അവിടെയാണ് ഗൈസ് മറ്റേ സെക്യൂരിറ്റി ഒക്കെ അവിടെയാണ് ഗൈസ്. ഓ എൻ്റെ പൊന്നെ ഗൈസ്, ഈ വീടിൻ്റെ അകത്തോട്ടേ കയറാൻ പറ്റാത്ത അവസ്ഥയില്ല ഗൈസ്. ഫ്രാങ്ക്ലിനെ, എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. നമുക്ക് പയ്യെ കയറാം ഗൈസ്. ചാട് ഫ്രാങ്ക്ലിനെ. ഓ ഗോയ്സ്, ഇവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഏകദേശം ഇച്ചിരി പെട്ട അവസ്ഥയിലാണ് കേട്ടോ. ഇവിടെ സാർ ഇവിടെ എന്തോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഇവിടത്തെ എന്തോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നായിരുന്നു. ഞാൻ ഇവിടത്തെ എന്തോ ഒരു ബോസ് വിളിച്ചായിരുന്നു. ബോസിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ അതിന്റെ പാർട്ടിന്റെ നിന്നെ വിളിച്ചത്. നിന്റെ പേരെന്തുവാ? എന്റെ പേര് മൈക്കിള്. മൈക്കിളല്ലേ? എനിക്കറിയായിരുന്നു. മൈക്കിളോട് വരുമെന്ന് പറഞ്ഞായിരുന്നു. ആ അതന്നെ, അങ്ങോട്ട് ഞാൻ പോയിക്കോട്ടെ. നീ പൊക്കോ. സെക്യൂരിറ്റി വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ബോസിന്റെ കൂട്ടുകാരനാണ്. ആ ഓക്കെ. ഗൈസ്, അപ്പം മൈക്കിളിന് ഇതിനെന്തോ ബന്ധമുണ്ടെന്ന് തോന്നല്ലോ ഗൈസ്. ഇവിടെ മൈക്കിൾ എന്ന് പറയുന്ന ഒരാൾ വരുമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച മൈക്കിളാണെന്ന് അറിയത്തില്ല. സെക്യൂരിറ്റിക്കാരന്മാർ മണ്ടന്മാരായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളാനാണ് ഗൈസ് പറഞ്ഞത്. സീരിയല്ല ഗൈസ്, നമുക്കിനി ആര് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗൈസ് ബോസ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെ കണക്റ്റായി വരുന്നുണ്ടല്ലോ. ബോസിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. മിക്കവാറും നമ്മുടെ വണ്ടി അവർക്ക് കൊടുക്കാനാണ് ചാൻസ് ഗിഫ്റ്റായിട്ട്. ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് കേസ്. അവരൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളെ സെക്യൂരിറ്റി പറഞ്ഞിട്ടാണ് കേസ് നമ്മൾ കയറി വയ്ക്കുന്നത്.
കേസ്. അപ്പം ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ആരും കേസ്. നമ്മുടെ വണ്ടിയാണ് കേസ് കാണാത്തത്. വണ്ടി തപ്പി കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. വണ്ടി കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കേസ്. നമ്മുടെ എത്ര രൂപയുടെ വണ്ടിയാ? ഓ എന്താണ് കേസ് അവിടെ? കേസ് ഇവിടെ നിറച്ച് വണ്ടി. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ ഫുൾ സെക്യൂരിറ്റിയാ കേസ്. നമുക്ക് എന്തായാലും എനിക്ക് വണ്ടി മാത്രം മതി. എനിക്ക് വണ്ടി മാത്രം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേസ്. നമ്മുടെ വണ്ടി എവിടെയും കാണുന്നില്ല കേസ്. ഇവിടെ ഒറ്റ എടുത്ത വണ്ടി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അയാൾ ഇവിടെ അല്ല ഇട്ടേക്കുന്നെന്ന് തോന്നുന്നു കേസ്. അങ്ങോട്ട് അല്ല, എന്തായാലും ഇങ്ങോട്ട് വല്ലതും പോയി നോക്കാം കേസ്. അങ്ങോട്ടൊക്കെ ഓ ഹലോ ഫ്രാങ്ക്ലിൻ. ഓ പെട്ടി സാർ. ഹേയ് ഫ്രാങ്ക്ലിൻ, നീ ഇവിടെ കേറി കാര്യവേ. എനിക്ക് നേരത്തെ ആൾക്കാർ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്കറിയായിരുന്നു ഇവിടെ വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്നത്. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കാർ എടുക്കാൻ വേണ്ടി തന്നെ വന്നയാ. വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊന്ന് ചോദിക്കാനുള്ളൂ, അത് നിന്റെ കാറാണോ? അത് നിന്റെ കാറല്ല. അത് നീ ഒരു ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്നത്. അത് ഞാൻ നിന്റെ നിന്ന് മോഷ്ടിച്ച്, അത്രയേ ഉള്ളൂ. അതെന്തൊരു വർത്താനാണ്? എൻ്റെ എന്തിനു മോഷ്ടിച്ച? ഞാൻ എടുത്ത വണ്ടി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടി. അത് എല്ലാം പറയണ്ട എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നിന്റെ കാര്യം ഇനി എൻ്റെത് ഈ ഗാർഡ്സ് നോക്കിക്കോളൂ. അപ്പൊ ഗുഡ് ബൈ ഫ്രാങ്ക്ലിൻ. നമുക്കൊരു ഐഡിയ ഉള്ളൂ. ഓടിക്കോ മാറാ. എന്റെ പൊന്നെ, ഇവിടെ നിന്ന് ഓടണം. ഓട്. എന്റെ മോനെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഓടണം ഗൈസ്. പ്രശ്നമായി ഓ ഗൈസ്, അമ്മമാര് പുറകെ വരുന്നു. എന്റെ പൊന്നു ഗൈസ്, പ്രശ്നമായി. ഇവിടെ കിടന്ന കാർ എടുത്തോണ്ടങ്ങ് ഓടാൻ ഗൈസ്. മുങ്ങ കേറി. എന്റെ പൊന്നോ, പെട്ടെന്ന് കേറ്. ഓ ഗൈസ്, ഓട് ഗൈസ്, പോയിക്കോ ഗൈസ്. അവര് വെടി വെച്ചില്ലല്ലോ നമ്മളാ. എന്റെ മോനെ ഗൈസ്, ബോസ് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ആകപ്പാടെ നമ്മൾ ഒരു ഇടിയാണ് ആകപ്പാടെ കൊടുത്ത. എന്തായാലും മരിക്കത്തില്ല ഗൈസ് പുള്ളി. ഗൈസ് അയാളാണെ കണ്ടുപിടിച്ച്. എൻ്റെ മോനെ ഗൈസ്, പ്രശ്നമായി ഗൈസ്. നാളെയാണ് ബർത്ത്ഡേ. എനിക്ക് എങ്ങനെയും അത് എടുത്തേ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മുടെ വണ്ടി എന്തിനാ അയാൾ ഗിഫ്റ്റ് കൊടുക്കണം? നമുക്കത് എടുത്തെടുത്തുള്ളൂ ഗൈസ്. എന്തായാലും ഒന്നുമില്ല, വണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഇതും വേണ്ട ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും പറയുന്നത് എടുക്കാൻ വേണ്ടി എടുക്കും ഞാൻ എന്തായാലും. പക്ഷേ ഗൈസ് എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലാതായിപ്പില്ല. വെട്ടിക്കൊന്നാണ് ഗൈസ് മറ്റേവനെ ഞാൻ. നമുക്ക് ഇങ്ങോട്ട് വരെ നിർത്താൻ ഗൈസ് വണ്ടി ഇപ്പം ഗൈസ്. അപ്പം നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. പറയുന്ന വണ്ടി എടുക്കണമെന്ന്. നമ്മളെന്തായാലും എടുക്കും വണ്ടി, നിങ്ങളത് പേടിക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ ചേർത്തോണം ഗൈസ്. എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പം അടുത്ത ദിവസം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും വരും ഗൈസ്. നമ്മളെ വണ്ടി അവന്മാരെന്ന് എടുത്തിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.